പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധിക്ഷേപിച്ച കേസിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണി ദാസിനെ കോഴിക്കോട് സിറ്റി സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു. നോട്ടീസ് നൽകിയ ശേഷം ജാൻമണിയെ വിളിച്ചു വരുത്തുകയായിരുന്നു. ജാമ്യം ലഭിക്കാവുന്ന കുറ്റമായതിനാൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇവരെ വിട്ടയച്ചു. മഹിളാ മോർച്ച നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് കേസെടുത്തത്. മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയെ തുടർന്നായിരുന്നു നടപടി. സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിൽ പ്രധാനമന്ത്രിക്കെതിരെ മോശം പരാമർശങ്ങൾ നടത്തിയെന്നാണ് ജാൻമണിക്കെതിരെയുള്ള ആരോപണം. BNS 192,356 കേരള പോലീസ് ആക്ട് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. സമൂഹമാധ്യമത്തിൽ ലഹളയുണ്ടാക്കണമെന്നും സമാധാനം തകർക്കണമെന്നുമുള്ള ഉദ്ദേശത്തോടെ അപകീർത്തികരമായ വീഡിയോ പ്രചരിപ്പിച്ചു എന്നാണ് FIR-ലുള്ളത്. സംഭവം വിവാദമായതോടെ വിശദീകരണവുമായി ജാൻമണി രംഗത്തെത്തിയിരുന്നു. തനിക്ക് മലയാളം നന്നായി അറിയില്ലെന്നും ഭാഷാ പ്രയോഗത്തിൽ സംഭവിച്ച പിഴവാണെന്നുമാണ് ജാൻമണി പറയുന്നത്. തനിക്ക് തെറ്റുപറ്റിയെന്നും എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നുവെന്നും കാണിച്ച് മറ്റൊരു വീഡിയോയും ജാൻമണി പങ്കുവച്ചിരുന്നു. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നടന്ന CJP പ്രക്ഷോഭത്തിൽ പങ്കെടുത്തതിനു പിന്നാലെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് പ്രധാനമന്ത്രിക്കെതിരെ ജാൻമണിയുടെ വിവാദ പരാമർശം ഉണ്ടായത്. പ്രധാനമന്ത്രിയുടെ പിതാവിനെയും മാതാവിനെയും പറഞ്ഞുകൊണ്ടായിരുന്നു പ്രതികരണം. ഇതിനു പിന്നാലെ ജാൻമണിക്കെതിരെ വലിയ വിമർശനമാണ് ഉയർന്നത്. അതേസമയം സംഭവം വിവാദമായതിനെ തുടർന്ന് ജാൻമണി ഖേദപ്രകടനം നടത്തി. പരസ്യമായി തന്നെ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയല്ല പറഞ്ഞതെന്നും പരസ്യമായി ക്ഷമ ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നുമാണ് ജാൻമണി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞത്. പ്രധാനമന്ത്രിയുടെ അമ്മയെക്കുറിച്ച് മോശം പറയാൻ താൻ ഉദ്ദേശിച്ചിട്ടില്ല. കണ്ടന്റുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുക മാത്രമാണ് താൻ ചെയ്തത്. അല്ലാതെ മോദിജിയെക്കുറിച്ച് മോശമായി പറഞ്ഞിട്ടില്ല. താൻ പറയുന്ന മലയാളം ശരിയാകാത്തത് കൊണ്ടായിരിക്കാം. താൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് ജാൻമണി പറയുന്നു. മാത്രമല്ല, താൻ പറഞ്ഞ കാര്യങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ പറഞ്ഞതിലെ തെറ്റ് തിരിച്ചറിഞ്ഞു. ആരെങ്കിലും താൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് അങ്ങേയറ്റം ക്ഷമ ചോദിക്കുന്നുവെന്നും ജാൻമണി പറഞ്ഞിരുന്നു. എന്നാൽ BJP ഇത് ഒരിക്കലും വെറുതെ വിടാൻ ഉദ്ദേശിച്ചിരുന്നില്ല. ജാൻമണിയെ ആ സമയത്ത് തന്നെ ജാൻമണിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ ഉയർന്നിരുന്നു. രഞ്ജിനി ഹരിദാസ് ജാൻമണിയുടെ ഏറ്റവും വലിയ സുഹൃത്തും രഞ്ജിനി ഹരിദാസിന്റെ അടുത്ത മേക്കപ്പ് ആർട്ടിസ്റ്റുമാണ് ജാൻമണി. ഇവർ തമ്മിൽ വലിയൊരു ആത്മബന്ധം തന്നെയുണ്ട്. എന്നാൽ രഞ്ജിനി ഹരിദാസ് പോലും ജാൻമണി ഈ കാര്യത്തിൽ വിമർശിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. എന്തൊക്കെ സംഭവിച്ചാലും പ്രധാനമന്ത്രിക്കെതിരെ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയ ജാൻമണിയെ വെറുതെ വിടാൻ പറ്റില്ല എന്ന് തന്നെയായിരുന്നു BJPയുടെ നിലപാട്. എന്നാൽ തന്നെ ആരും അറസ്റ്റ് ചെയ്യില്ല എന്ന ഒരു ഭയങ്കരമായ ഒരു അഹങ്കാരം അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം ജാൻമണിക്കുണ്ടായിരുന്നു. എന്നാൽ ആ ആത്മവിശ്വാസവും തകരുന്ന കാഴ്ചയാണ് കണ്ടത്. ജാൻമണിയെ അറസ്റ്റ് ചെയ്തു വിട്ടയക്കുകയാണ് ചെയ്തത്. എന്നാൽ അറസ്റ്റ് ചെയ്യുക എന്നതിൽ തന്നെ ജാൻമണി പറഞ്ഞ കാര്യങ്ങളിൽ ഉണ്ടായ BJPക്ക് ഉണ്ടായ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വ്യക്തമാണ്.